വെൽക്കം ടു ആർക്കി സ്റ്റോറീസ്. നമ്മളിപ്പോൾ എവിടെയുള്ളത്? തിരുനെല്ലി. വയനാട്ടിൽ പ്രസിദ്ധമായിട്ടുള്ള തിരുനെല്ലി അമ്പലത്തിലാണുള്ളത്. ഇവിടുത്തെ കാഴ്ചകൾ, വരുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരും. ഹലോ, അപ്പോൾ തിരുനെല്ലിക്ക് പോകുന്ന വഴിയാട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. നല്ല മഴയായിരുന്നു. നല്ല മഴയത്താണ് ഞങ്ങൾ 2 വണ്ടിയിൽ ഇങ്ങനെ തിരുനെല്ലിക്ക് പോയത്. നമ്മുടെ കസിനായിട്ടുള്ള ആര്യയും ആനന്ദേട്ടനും പിന്നെ അമ്മാവനും അമ്മായിയും അമ്മായിയുടെ അനിയത്തിയും ഒക്കെ ഉണ്ടായിരുന്നു ഈ ട്രിപ്പിൽ. തിരുനെല്ലി പോകാൻ പ്ലാൻ ഇട്ടപ്പോൾ തന്നെ പോകുന്ന വഴിക്ക് എന്തൊക്കെ സ്ഥലങ്ങൾ കാണാനുണ്ട് ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ സ്ഥലം എവിടെയാണെന്ന് ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സ്ഥലം കാണില്ല എന്നൊക്കെ വിചാരിച്ച്. പക്ഷെ പോകുന്ന വഴിക്ക് ചെറിയൊരു പുഴ കണ്ടപ്പോൾ അവിടെ നിർത്തി ഇറങ്ങി നോക്കിയതാ. അപ്പോൾ നമ്മൾ കണ്ട സ്ഥലം തന്നെ അത്. അങ്ങനെ അവിടുന്ന് കുറേ അധികം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരുനെല്ലി അമ്പലത്തിലേക്ക് എത്തി. നമുക്ക് എപ്പോഴും തിരുനെല്ലി വരുമ്പം വേറൊരു ഫീൽ തന്നെയാണ്. പ്രകൃതിരമണീയമായ പുഴയും മരങ്ങളും കാടും ഒക്കെ ഉൾപ്പെടുന്ന തിരുനെല്ലി അമ്പലത്തിൽ ദർശനം ചെയ്യുക എന്നുള്ളത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒന്നാണ്. നമ്മൾ നേരെ ചെന്നത് തിരുനെല്ലി പാപനാശിനിയിലേക്കാണ്. പോകുന്ന വഴി നമുക്ക് അവിടെ ഒരു കുളം കാണാൻ സാധിക്കും. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ആയുധങ്ങളായുള്ള ശംഖ്, ചക്രം, ഗദ, പത്മം, പിന്നെ പാദം എന്നിവയിൽ നിന്നും പ്രവഹിക്കുന്ന തീർത്ഥജലം സംഗമിക്കുന്ന ഒരിടമാണ് പഞ്ചതീർത്ഥം എന്ന് പറയുന്നത്. ചുറ്റും നിൽക്കുന്ന ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നും ഒഴുകിയെത്തുന്ന പുണ്യതീർത്ഥമാണ് പാപനാശിനി എന്നറിയപ്പെടുന്നത്. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളെ നശിപ്പിക്കുന്നവളാണ് പാപനാശിനി. ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ബലിതർപ്പണം നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് പാപനാശിനിക്കരികിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗുണ്ടിക ശിവക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ തിരുനെല്ലി അമ്പലത്തിൻ്റെ സബ്ബായിട്ട് വരുന്നൊരു ശിവക്ഷേത്രമാണ്. ഒരു ഗുഹയ്ക്കുള്ളിലാണ് ഈ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ വിഷ്വൽസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ಪಾಪನಾಶಿನಿ ನದಿ ಮೈ ತುಂಬ ಹರಿತಾ ಇದ್ದಾಳೆ. ಮನಮೋಹಕ ದೃಶ್ಯ ನಾವು ನೋಡ್ಬೋದು. ഈ കാണുന്നത് ഒരു കരിങ്കൽ പാത്തിയാണ്. പണ്ട് ചിറക്കൽ രാജാവിൻ്റെ പത്നി ക്ഷേത്ര ദർശനത്തിനായി ഇവിടെ എത്തിയ സമയത്ത് കുടിക്കാനായിട്ട് അല്പം ദാഹജലം ചോദിച്ചു. അന്ന് അവിടുത്തെ ശാന്തിക്കാരൻ റാണിയോട് ദാഹജലം അമ്പലത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള അല്ലെങ്കിൽ വെള്ളം അമ്പലത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ പറയണ്ടായി. ഇത് കേട്ട റാണി ഇനി ഭഗവാന് ശുദ്ധമായ ജലം എത്തിച്ച ശേഷം മാത്രമേ ജലപാനം കഴിക്കുള്ളൂ എന്ന് ദൃഢനിശ്ചയം ചെയ്തു. പിന്നീട് റാണിയുടെ പരിചാരകരെല്ലാം ചേർന്നുകൊണ്ടാണ് അമ്പലത്തിലേക്ക് ശുദ്ധജലം എത്തിക്കാനുള്ള വഴിയുണ്ടാക്കുന്നത്. പണ്ട് നെല്ലിമരത്തിന് കീഴിൽ സ്വയംഭൂവായി വന്ന മഹാവിഷ്ണുവിൻ്റെ ഈ ക്ഷേത്രത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. നമുക്കിവിടുത്തെ മേൽശാന്തിയുടെ വാക്കുകളിലേക്ക് പോകാം. നമസ്കാരം. മേൽശാന്തി എൻ കൃഷ്ണൻ നമ്പൂതിരി.
തിരുനെല്ലി ക്ഷേത്രം എല്ലാവരും വളരെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. അതായത് പിതൃമോക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് തിരുനെല്ലി ക്ഷേത്രം. പിതൃകർമ്മം ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് തിരുനെല്ലി ക്ഷേത്രം. ബ്രഹ്മാവിനാൽ പ്രതിഷ്ഠിതമായ മഹാവിഷ്ണു ക്ഷേത്രമാണ് തിരുനെല്ലി. ബ്രഹ്മാവ് തപസ് ചെയ്ത് പിതൃമോക്ഷത്തിനായി തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി ഇവിടെ പ്രതിഷ്ഠ ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ ഐതിഹ്യം തന്നെ. ബ്രഹ്മാവ് ഇറങ്ങിയ മലയായതുകൊണ്ടാണ് ഈ വടക്ക് വശത്തുള്ള മല ബ്രഹ്മഗിരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ പടിഞ്ഞാറ് വശത്തൂടെ സ്റ്റെപ്പ് ഇറങ്ങിപ്പോയാൽ അവിടെ പാപനാശിനി എന്ന് പറയുന്ന അരുവിയുണ്ട്. ഈ അരുവിയിലാണ് പിതൃകർമ്മം ചെയ്യുന്നത്. അവിടെയാണ് ഗയാശില എന്ന് പറയുന്ന ഈ വളരെ പ്രധാനപ്പെട്ട ഗയാശ്രാദ്ധമാണ് തിരുനെല്ലി. ഗയ മുതൽ തിരുനെല്ലി വരെ നീണ്ടു നിൽക്കുന്ന ഒരു ശിലയാണ് ഗയാശില. അവിടെ പിതൃകർമ്മം ചെയ്താൽ മോക്ഷം കിട്ടി എന്നുള്ളതാണ് ഐതിഹ്യം. പരശുരാമൻ, ശ്രീരാമൻ, സനകാദി മഹർഷിമാർ മുതലായ മഹാരഥന്മാരിൽ നിന്ന് വെലിയിട്ട സ്ഥലമാണ് തിരുനെല്ലി ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ബലിയിടുന്നതിൻ്റെ പ്രാധാന്യം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ക്ഷേത്രത്തിൻ്റെ പഴക്കം പറയുന്നത് ഏകദേശം ഒരു 5000-ഓളം വർഷമാണ് പുരാവസ്തു ഗവേഷകർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനൊക്കെ എത്രയോ മുന്നേ ബ്രഹ്മാവിൻ്റെ കാലഘട്ടം തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ പഴക്കം. പത്മപുരാണം, ഗരുഡപുരാണം മുതലായ പുരാണങ്ങളിൽ ക്ഷേത്രത്തിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. പിന്നെ പിതൃകർമ്മത്തിന് വരുന്നവർ തലേന്ന് വൈകുന്നേരം എത്തി ഇവിടെ നടയിൽ വെച്ചൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. പിന്നെ രാവിലെ അമ്പലത്തിന് ബലിസാധനം തരും. ആ ബലിസാധനം കൊണ്ട് റെസീപ്റ്റ് എടുത്ത് അതും കൊണ്ട് പാവനാശിനി പോയി കുളിച്ച് കർമ്മം ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്ന് ഭഗവാനെ തൊഴുക എന്നുള്ളതാണ് ഒരു രീതി. അതുപോലെ തന്നെ പ്രതിമ ആവാഹിച്ച് കൊണ്ടുവരുന്നവർ പാവനാശിനി കൊണ്ടുപോയി പ്രതിമേൻ്റെ മുകളിൽ കർമ്മം ചെയ്ത് ആ പ്രതിമ കഴുകി വൃത്തിയാക്കി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ പടിയിൽ കൊണ്ട് സമർപ്പിക്കുക. എന്നിട്ട് അവനവൻ്റെ തറവാട്ടിലുള്ള എല്ലാ പിതൃക്കൾക്കും മോക്ഷം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇതാണ് ഇവിടുത്തെ ആ ഒരു രീതി. അതാ ദിവസം വരുന്നവർക്കും ബലികർമാദി കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പം കൂടുതൽ ആയിരക്കണക്കിന് ആൾക്കാർ ക്ഷേത്രത്തിൽ വന്ന് ബലികർമ്മം ചെയ്തു പോകുന്നു. നിത്യേന ബലിയുള്ള ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം. കർക്കടവാവ്, തുലാം വാവ്, അതുപോലെ വൈശാഖ വാവ്, ഇങ്ങനെയുള്ള കുംഭം വാവ്, ഈ വാവൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ വാവിനും അതുപോലെ തന്നെ എല്ലാ ദിവസവും ആയിരക്കണക്കിന് ആൾക്കാർ ക്ഷേത്രത്തിൽ വന്ന് ബലിയിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ 5 പൂജ, 3 ശീവേലി, നിത്യനവകം ഒക്കെ നടക്കുന്ന മഹാക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം. നമ്മൾ സാധാരണ ജീവിതത്തിൽ ചെയ്യാവുന്ന, വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന എല്ലാ വഴിപാടുകളും തിരുനെല്ലി ക്ഷേത്രത്തിൽ ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പം ജീർണോദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ. അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൽ നമ്മളും കൂടെ ഒരു പങ്കാളിത്തം ഉണ്ടാവുക എന്ന് പറയുന്നതാണ് നമ്മളെ പിതൃക്കൾക്ക് അത്രയും കാലം, ഈ ക്ഷേത്രം നിലനിൽക്കുന്ന അത്രയും കാലം അവരുടെ ആ പിതൃക്കൾക്കെല്ലാം സന്തോഷമായിരിക്കും. അതുപോലെ ഭഗവാന്റെയും ആ ഒരു അനുഗ്രഹം നമുക്കുണ്ടാവും. എല്ലാവരും വേണ്ട രീതിയിൽ കാര്യങ്ങൾ നടത്തും. നമസ്തേ. പോരെ. തിരുനെല്ലിയിൽ ഇൻസ്റ്റയിലൊക്കെ വ്ളോഗ് ചെയ്യുന്നൊരു ചേട്ടൻ്റെ വളരെ പായസം കഴിക്കാൻ നമുക്ക് പോകാം. ചെറുപ്പത്തിലൊക്കെ ഒരുപാട് പ്രാവശ്യം തിരുനെല്ലി വന്നിട്ടുണ്ടെങ്കിലും മുളയരി പായസം ഇതുവരെ കുടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. വന്നപ്പോഴൊക്കെ അമ്മ ഒരുപാട് നിർബന്ധിക്കുമായിരുന്നു. ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവരും മുളയരി പായസം കുടിക്കും. പക്ഷെ ഈ മുളയരിന്റെ ടേസ്റ്റ് എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറുമായിരുന്നു. പിന്നെ ഈ ചേട്ടന്റെ വീഡിയോസൊക്കെ ഇൻസ്റ്റയിൽ കണ്ട് മുളയരി പായസം എങ്ങനെ ഉണ്ടാവുമെന്ന് ട്രൈ ചെയ്യാനുള്ള ഒരു ആഗ്രഹം വന്നു. അങ്ങനെ എൻ്റെ ലൈഫിലെ ആദ്യത്തെ മുളയരി പായസം ഞാൻ ഇന്നാ ട്രൈ ചെയ്യുന്നത്. ചെറിയ മഴയും നല്ല തണുത്ത കാറ്റും ചൂടുള്ള പായസം, നല്ല അടിപൊളി ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ പായസത്തിന്റെ രുചി ഇരട്ടിയാക്കുന്നുണ്ടായിരുന്നു. ಚೆನ್ನಾಗಿದೆ ಪಾಯಸ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ.